നീ നിന്റെ സ്വന്തം മകനെ ശിരച്ഛേദം ചെയ്യും. ഞാൻ അനുഭവിക്കുന്ന വേദന നീയും അനുഭവിക്കും. എന്നാൽ മറുവശത്ത് പരമശിവന്റെ കോപം ശമിച്ചപ്പോൾ പ്രപഞ്ചം ഇരുട്ടിൽ കിടക്കുന്നതായി അദ്ദേഹം കണ്ടു. പിന്നെ അദ്ദേഹം സൂര്യദേവന് ജീവൻ നൽകുകയും ബോധം വീണ്ടെടുത്ത സൂര്യദേവൻ അച്ഛൻ്റെ ശാപത്തെക്കുറിച്ച് അറിയുകയും ചെയ്തു. അവർ വളരെ ദുഃഖിതരായി. അപ്പോൾ ബ്രഹ്മാവ് അവരോട് വിശദീകരിച്ചു. പരമശിവൻ, ബ്രഹ്മാവ്, വിഷ്ണു, പിതാവ് കശ്യപ മഹർഷി എന്നിവർ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു പറഞ്ഞയച്ചു. അങ്ങനെ സൂര്യദേവൻ തൻ്റെ രഥത്തിൽ കയറി പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കുവാൻ തുടങ്ങി. ഒപ്പം തന്നെ ബ്രഹ്മാവ്, മാലി, സുമാലി എന്നീ രാക്ഷസന്മാർക്ക് അവരുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് മോചനം കണ്ടെത്താൻ സൂര്യദേവനെ ആരാധിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വിശദീകരിച്ചു. ഇരുവരും എല്ലാ ആചാരങ്ങളും അനുസരിച്ച് സൂര്യദേവനെ ആരാധിക്കാൻ തുടങ്ങി. അതിനാൽ സൂര്യദേവൻ പ്രീതിപ്പെടുകയും ഇരുവരുടെയും രോഗങ്ങളിൽ നിന്നും ശരീരവേദനകളിൽ നിന്നും കഷ്ടപ്പാടിൽ നിന്നും അവരെ മോചിപ്പിക്കുകയും